ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്യേ. എന്നോട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, ദൈവങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമൊന്നും വേണ്ട, ആദ്യം തന്നെ എന്താണോ ദൈവങ്ങളെ വിളിച്ചാലുള്ള പ്രയോജനം, ആ ദേവതമാരെ അറിഞ്ഞാലുള്ള പ്രയോജനം അത് പറയണമെന്ന്. എങ്കിലും ചെറിയ രീതിയിൽ ദുർഗാദേവിയെക്കുറിച്ച് ആയതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറയുകയാണ്. ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും പാർവതി ദേവിയുടെയും സമ്മേളിത രൂപം തന്നെയാണ് ദുർഗാദേവി. എങ്കിലും നമ്മൾ പലരും പറയാറുണ്ട് ദുർഗാദേവി എന്ന് പറയുന്നത് പാർവതി ദേവി തന്നെയെന്ന്. സ്കന്ധമാതാവായി വന്നാലും അല്ലെങ്കിൽ മഹിഷാസുര മർദ്ദിനിയായി വന്നാലും ഏത് രീതിയിൽ വന്നാലും അമ്മ തന്നെയാണ്, പ്രപഞ്ചത്തിൻ്റെ അമ്മയാണ്. അതായത് പരാശക്തിയുടെ മൂർധന്യാവസ്ഥ എന്ന് നമ്മൾ ലളിതാ പരമേശ്വരിയെ പറയുമെങ്കിൽ അതേ അവസ്ഥയിൽ തന്നെയാണ് ദുർഗാദേവിയും ഉള്ളത്. നവദുർഗകളുണ്ട്, അതുപോലെ ദേവിയുടെ പല പല ഭാവങ്ങളുണ്ട്. എല്ലാത്തിനും അതീതമായി നിൽക്കുന്ന സദാശിവന്റെ പത്നിയാണ് എന്ന് പറയാറുണ്ട് ചിലർ. എങ്കിലും എല്ലാത്തിനും അപ്പുറമുള്ള ആനന്ദ നിലയാണ് ദേവി. കുണ്ടലിനി ശക്തിയായും പ്രപഞ്ചമായും പരാശക്തിയായും ഈ ജഗത്തിനെല്ലാം കാരകയായും നിലകൊള്ളുന്ന അമ്മ ദേവി പരാശക്തി എല്ലാവരുടെയും അമ്മയാണ്. എല്ലാ തരത്തിലുള്ള പക്ഷിമൃഗാദികളുടെയും ദേവന്മാരുടെയും അമ്മ. ആ അമ്മ എന്ന് പറയുന്നത് പ്രപഞ്ച സ്വരൂപിണിയാണ്, പരാശക്തിയാണ്. ആ അമ്മയെ ആരാധിച്ച് എന്തെല്ലാം നിലയിലുള്ള ആത്മീയമായും ഭൗതികമായും ഐശ്വര്യം നേടിയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്നറിയാം. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ദേവിയെ ആരാധിച്ചാൽ വന്നു ചേരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അമ്മ സിംഹവാഹിനിയാണല്ലേ. എന്താ സിംഹം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം കാട്ടിലെ രാജാവ്. ഏത് തരത്തിലുള്ള ഒരു രാജപ്രൗഢീനെയും ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ് സിംഹം എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ സിംഹവാഹിനിയാണ് എന്നുള്ളതിലൂടെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകണം. ഏത് തരത്തിലുള്ള, ഞാൻ കാളി ദേവിയുടെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്, ഏത് തരത്തിലുള്ള രാജ്യവും നമ്മൾക്ക് നൽകാൻ പ്രാപ്തയാണ് കാളി ദേവി എന്ന്. എങ്കിൽ ദുർഗാദേവിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ഏത് രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു സാമ്രാജ്യം തന്നെ, ഒരു രാജാവിനെ പോലെ വാഴാൻ സാധിക്കുന്ന നിലയിൽ നമ്മളെ എത്തിക്കുന്ന ദേവിമാരിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ദുർഗാദേവിയാണ്. ഒന്നാം സ്ഥാനത്ത്. മറ്റു ദേവിമാർക്കും പറ്റും, എങ്കിൽ ദുർഗാദേവിയാണ് ഒന്നാം സ്ഥാനത്ത്. ദുർഗാദേവിയെ ആരാധിക്കുമ്പോൾ തന്നെ സമ്പത്തുക്കൾ വന്നു ചേരുന്നതും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ശത്രുബാധാ ദോഷങ്ങളിൽ നിന്നുള്ള മുക്തിയും ധൈര്യവും വീര്യവും സൗന്ദര്യവും വന്നു ചേരും. ഒരു രാജാവിന് ഇതെല്ലാം വേണം. പക്ഷെ കാളിദേവിയെ ആരാധിക്കുമ്പോൾ കൂടുതലും നമ്മൾ പറയുക ശത്രുനാശമാണ്. കാളിദേവിക്ക് രാജ്യം തരാൻ സാധിക്കും 100%. അമ്മമാരുടെയും അമ്മയാണ് ദുർഗ തന്നെയാണ് കാളി. എങ്കിൽ ദുർഗാ സ്വരൂപത്തിൽ കാളി വരുമ്പോൾ എന്താണ് പ്രത്യേകത? അമ്മയ്ക്ക് കുറച്ചുകൂടെ ലക്ഷ്മി ഭാവവും അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ പല പുരാണങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ വൈഷ്ണവദേവി ക്ഷേത്രത്തിലൊക്കെ ലക്ഷ്മി ഭാവത്തിലാണ് ദുർഗാദേവി ആരാധിക്കുന്നത്. ഒരു ലക്ഷ്മി ഭാവം വരുന്നതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള സമ്പത്തും തന്നിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരാൻ, ആ സാധകനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശേഷി അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടൊരു രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ വേണം? ഒന്ന്, ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷ, അത് ദേവി തരും, ദുർഗാദേവി തരും. എല്ലാ തരത്തിലുള്ള ശത്രുനാശവും. കാരണം പരാശക്തി ആയതുകൊണ്ട് തന്നെ ഏതൊരു തരത്തിലുള്ള ശത്രുവിനെയും സ്തംഭിപ്പിക്കാനും നിഗ്രഹിക്കാനുമുള്ള ശക്തി അമ്മയ്ക്കുണ്ട്. ഇനി അമ്മയ്ക്ക് സമ്പത്ത് നൽകാനുള്ള ശക്തിയുണ്ട്. ഇനി ഒരു രാജാവിനെ കണ്ടാൽ ഒരു ഐശ്വര്യം വേണം, അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രഭാവലയം വേണം എന്നുള്ളിടത്ത് സൗന്ദര്യം കൊടുക്കാനും സൗന്ദര്യപ്രാപ്തിക്കും ദേവി സഹായിക്കും. അപ്പോൾ രാജ്യം നേടിയെങ്കിൽ അടുത്തത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൗന്ദര്യം. അത് എന്തൊക്കെ സൗന്ദര്യമാണ്! മുഖ ഷേപ്പിൻ്റെ കാര്യമല്ല പറയുന്നത്, നമ്മൾ ഏത് ഷേപ്പിലിരുന്നാലും അതല്ല. സൗന്ദര്യം എന്ന് പറയുന്നത് നിറം അല്ലെങ്കിൽ ആ മുഖത്തിൻ്റെ രൂപം, അതിനെല്ലാം അപ്പുറമുള്ള ഒരു ചൈതന്യമാണ്. ആ ചൈതന്യം വന്നു ചേരും. ആർക്കും നമ്മളെ കണ്ടാലും ഒന്ന് ഇഷ്ടപ്പെട്ടു പോകും. അതുപോലൊരു ചൈതന്യം, ഒരു ദൈവീക ചൈതന്യം ദേവിക്ക് കൊണ്ട് തരാൻ സാധിക്കും. കാണുമ്പോൾ തന്നെ മോഹിച്ചു പോകുന്ന ഒരു രൂപം ആയിത്തീരാൻ, അതാണാണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആ ഒരു രൂപത്തിലേക്ക് നമ്മൾക്ക് മാറാനുള്ള ഒരു ശക്തി ദേവി കൊണ്ടുതരും. അപ്പോൾ തന്നെ മനസ്സിലാകണം, സൗന്ദര്യം എന്ന് പറയുന്നത് വാക്കിലുള്ള സൗന്ദര്യമാണ്, നമ്മളുടെ ഒരു ചൈതന്യമാണ്, നമ്മളുടെ പ്രവൃത്തിയാണ്. മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ ബഹുമാനിക്കുന്നു, മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ആ രീതി, ഇതെല്ലാം സൗന്ദര്യമാണ്. എത്ര ബഹുമാനത്തോടെയാണ് നമ്മൾ മറ്റുള്ളവരെ, ഗുരുക്കന്മാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത്, ആ രീതിയിലേക്ക് നമ്മളെ എത്തിക്കും ദേവി. ഇത്രയും മനസ്സിലായെങ്കിൽ ദേവി മൂന്നാമത് വരുന്നത് എന്താണ്? എല്ലാ തരത്തിലുള്ള സമ്പത്തുകളും തരും. എല്ലാ തരത്തിലുള്ള സമ്പത്തും എന്ന് പറഞ്ഞാൽ ദുർഗാദേവി എന്ന് പറയുന്ന പ്രപഞ്ചമാതാവാണ്. ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ച ആളാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം കാരകയായി നിൽക്കുന്ന ആളാണ്. മായയാണ് സ്വത്ത്, സമ്പാദ്യം അല്ലെങ്കിൽ എല്ലാം. ഈ സമ്പാദ്യം നമ്മളിലേക്ക് വന്ന് ചേരണമെങ്കിൽ മായ നമ്മളുടെ കൂടെ നിൽക്കണം. അപ്പോൾ ഈ പ്രപഞ്ചബോധമായ സദാശിവൻ്റെ പത്നിയായിട്ടുള്ള ഈ അമ്മ നമ്മളുടെ കൂടെ നിൽക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള സ്വത്തുക്കളും നമ്മളിലേക്ക് ആകർഷണമാകും. ഈ ആകർഷണമായി വരുമ്പോൾ വലിയ രീതിയിലുള്ള ഉയർച്ചയിൽ നമുക്ക് ജീവിക്കാൻ
സാധിക്കും. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പരീക്ഷണത്തിൽ വെച്ച് കാളി ദേവിയേക്കാൾ പരീക്ഷിക്കുന്ന ദേവിയാണ് ദുർഗാദേവി. ദുർഗാദേവിയുടെ പരീക്ഷണം വളരെ കഠിനമാണ്. കാരണം ദുർഗാദേവിയെ സിദ്ധീകരിച്ചാൽ പിന്നെ എല്ലാ തരത്തിലുള്ള വിജയവുമാണ്. അതുകൊണ്ട് തന്നെ ദുർഗാദേവിയെ സിദ്ധീകരിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യവുമാണ്. ദുർഗാദേവി എന്ന് പറയുന്നത് സൗമ്യമായി നമ്മൾക്ക് ആരാധിക്കാൻ സാധിക്കുന്ന ദേവീ സ്വരൂപം തന്നെയാണ്. ബലിയൊന്നും കൊടുക്കാതെ പാൽപ്പായസം മാത്രം നിവേദിച്ച് ആരാധിക്കാൻ സാധിക്കുന്ന ഒരു രൂപമാണ് അമ്മയുടേത്. സൗമ്യമായ രൂപമാണ്, അതേപോലെ തന്നെ ഉഗ്രവുമാണ്. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും തൻ്റെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് നിഗ്രഹിക്കാൻ സാധിക്കുന്ന അമ്മ തന്നെയാണ്. ഭക്തന് എപ്പോഴും അമ്മ തന്നെയാണ്. നമ്മൾ വരാഹി ദേവിയുടെ കാര്യം പറയുമ്പോൾ പറയാം, അമ്മ ഒരിക്കലും ക്ഷമിക്കില്ല. അമ്മ തന്നെയാണ്, പക്ഷെ ക്ഷമിക്കില്ലാത്ത അമ്മയാണ്. പക്ഷെ ദുർഗാദേവി അങ്ങനെയല്ല. കാളി ദേവിയേക്കാളും വരാഹി ദേവിയേക്കാളും ക്ഷമയുടെ മൂർധന്യാവസ്ഥ അമ്മയാണ്. എന്ത് തെറ്റ് ചെയ്താലും അമ്മയെ എന്നൊന്ന് വിളിച്ച് മനമുരുകിയ അമ്മയെ എന്നുള്ള സ്വന്തം അമ്മ എന്നുള്ള രീതിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അമ്മ ക്ഷമിക്കും. അതുപോലെ തന്നെ സ്ത്രീകളൊക്കെയാണ് അമ്മേനെ ആരാധിക്കുന്നതെങ്കിൽ ഒരു ധൈര്യം വന്നു ചേരും. ഏത് തരത്തിലുള്ള ബിസിനസ്സിലാണെങ്കിലും, ഏത് തരത്തിലുള്ള ക്രിയകളിലാണെങ്കിലും, ഏത് തരത്തിലുള്ള ജോലികളിലാണെങ്കിലും, ഏത് ക്രിയയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഏതാണ് നിങ്ങളുടെ മേഖല, ആ മേഖലയിൽ ഉയർന്ന് മറ്റുള്ളവരെക്കാൾ ഒരു പടി ഉയർന്ന് നിങ്ങൾക്ക് നിൽക്കാനുള്ളൊരു ശേഷി അമ്മ ഉണ്ടാക്കി തരും. സ്ത്രീകൾക്ക് പൊതുവേ എന്താ പറയുക, ഒരു ഭയമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആ ഭയമെല്ലാം ഇല്ലാതാക്കി ഒരു ദുർഗാഭാവത്തിലേക്ക് വരാൻ ഉള്ളൊരു ശക്തി അമ്മ തരും. എന്തിനേയും നേരിടാൻ, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും നേരിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി തരും. ഇനി ആണുങ്ങളാണെങ്കിൽ ഒരു വീരനായി മാറാൻ, പുരുഷനാണെങ്കിൽ ഒരു വീരനായി മാറാനുള്ള ഒരു ശേഷി അമ്മ തരും. നമ്മൾക്കറിയാം തുൽജാ ഭവാനി എന്ന് പറയുന്നത് ദുർഗ തന്നെയാണ്. പക്ഷെ പലരും പറയും ദുർഗയും ഭവാനിയും വേറെയാണ്. എങ്കിലും ദുർഗയാണെങ്കിലും ഭവാനിയാണെങ്കിലും ഈ ഭവാനിയുടെ ഭക്തനായിരുന്നു ഛത്രപതി ശിവാജി എന്ന് പറയുന്നത്. ഛത്രപതി ശിവാജി മഹാരാജ് അദ്ദേഹം ഇതുപോലെ തന്നെ ദുർഗാദേവിയെ ആരാധിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും ധൈര്യമായി ഇത്രയും രാജ്യങ്ങൾ കീഴടക്കിയത്, ഇത്രയും സമ്പത്തുകൾ ഉണ്ടാക്കിയത്. അദ്ദേഹം ഒരു തരത്തിലുള്ള മതത്തിൻ്റെയും ഒരു തരത്തിലുള്ള പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധിയല്ല. അത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ മകനായ സംഭാജി മഹാരാജിൻ്റെയൊക്കെ ജീവിത ചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇത്ര ധീരമായ കൃത്യങ്ങളാണ്. അദ്ദേഹത്തെ എത്ര രീതിയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് പിഴുതെടുത്തു, അദ്ദേഹത്തിൻ്റെ നാവ് ഛേദിച്ചു, എത്രയൊക്കെ ചെയ്തു അദ്ദേഹത്തെ ഒന്ന് അനുനയിപ്പിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കീഴടക്കാൻ. വളരെ ഗൂഢതന്ത്രമായിട്ടാണ് അദ്ദേഹത്തെ കീഴടക്കിയത്. എന്നിട്ടും അദ്ദേഹം ആ വീര്യം ചോരാതെ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും, ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് രാഷ്ട്രീയ രീതി പാലിക്കുന്നവർക്കാണെങ്കിലും അദ്ദേഹത്തോടൊരു ബഹുമാനം തോന്നും. അത് മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും തോന്നും. അതൊരു ജാതിയിലോ അല്ലെങ്കിൽ ഒരു മതത്തിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളല്ല ഛത്രപതി ശിവാജിയും ഛത്രപതി സംഭാജി മഹാരാജും. അപ്പോൾ അത് മനസ്സിലാക്കുക. അവരുടെ എല്ലാം കുലദേവൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുലദേവി എന്ന് പറയുന്നത് തുൽജാ ഭവാനിയാണ്. അപ്പോൾ അവർ ശിവലിംഗ ആരാധനയും നടത്തിയിരുന്നത്, അതുപോലെ ദുർഗാ ആരാധന നടത്തിയതുകൊണ്ടാണ് ഇത്രയും വലിയ രാജ്യങ്ങളൊക്കെ കീഴടക്കാൻ സാധിച്ചത്. ഈ ദുർഗാദേവിയുടെ തന്നെ പല പല രൂപങ്ങളെയാണ് ചോളന്മാരൊക്കെ ആരാധിച്ചത്. പ്രത്യേകിച്ച് വരാഹി ദേവി തന്നെ പരാശക്തിയാണ്. പരാശക്തിയെ ആരാധിക്കാത്ത ഒരു തരത്തിലുള്ള രാജ്യവും നേടാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളുടെ സ്വഭാവം അനുസരിച്ചാണ്. അല്പം സൗമ്യരൊക്കെ ആണെങ്കിൽ വരാഹി ദേവിയും ആരാധിക്കാൻ സാധിക്കില്ല, കാളി ദേവിയെ ആരാധിക്കാൻ സാധിക്കില്ല. അപ്പം എന്ത് ചെയ്യും? അപ്പോഴാണ് ദുർഗാദേവി. അതേ ശക്തിയും വൈഭവവും എല്ലാം ഉണ്ട്, എങ്കിൽ സ്വാക്തിക മൂർത്തിയുമായതുകൊണ്ട് തന്നെ സ്വാക്തികമായിട്ടും അമ്മയെ ആരാധിക്കാം, അല്പം ഉഗ്രമായിട്ടും ആരാധിക്കാം. അപ്പോൾ അമ്മയുടെ ആ തലങ്ങളൊക്കെ കൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും പ്രാപ്യമായിട്ടുള്ള അമ്മയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള വിജയം കൊടുക്കാൻ അമ്മയ്ക്ക് സാധിക്കുന്നതുകൊണ്ട് തന്നെ അമ്മ എല്ലാവരുടെയും അമ്മയാണ്. അത് ഉഗ്രത ഉള്ളവരെന്നില്ല, സ്വാത്വികരെന്നില്ല, എല്ലാ തരത്തിലുള്ള ആളുകൾക്കും നിസ്സംശയം പൂജിക്കാൻ സാധിക്കുന്ന അമ്മയാണ്. ഇനി അമ്മയെ വിളിച്ചതുകൊണ്ട് കിട്ടുന്ന അവസാനത്തെയും ഏറ്റവും ഉന്നതവുമായ ആ നേട്ടം എന്താണെന്ന് വെച്ചാൽ പരാശക്തിയിലുള്ള വിലീനമാണ്. പരാശക്തി എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മത്തിലേക്ക്, ആ പരബ്രഹ്മ തത്വത്തിലേക്ക്, അല്ലെങ്കിൽ ആ പരാശിവ തത്വത്തിലേക്ക് നിങ്ങളെ വിലയം പ്രാപിപ്പിക്കാൻ ഭഗവതിക്ക് സാധിക്കുമെന്നുള്ളതാണ്. ദേവിയുടെ അത്യുന്നതമായ രൂപമെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ആ സിംഹവാഹിനിയായിട്ടുള്ള രൂപത്തിനും അപ്പുറമുള്ള, ആ സ്ത്രീ രൂപത്തിനും അപ്പുറമുള്ള പരമാത്മബോധമാണ്. ആ ബോധത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചതിനു ശേഷം എല്ലാ തരത്തിലുള്ള ഉയർച്ചയും എല്ലാ തരത്തിലുള്ള ആത്മീയ ചൈതന്യവും നിങ്ങൾക്ക് ഏകാനും ആത്മീയമായി നിങ്ങളെ ഒരു ഋഷിയാക്കി മാറ്റാനും അമ്മയ്ക്ക് സാധിക്കും. പരാശക്തി കനിഞ്ഞാൽ എല്ലാം സാധിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ പറയാം, ഭോഗർ ശിവഭക്തനായിരുന്നു, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഭക്തനായിരുന്നു. പക്ഷേ അദ്ദേഹം വാലാ ത്രിപുര സുന്ദരി, വാലൈ എന്നാണ് അവർ വിളിക്കുന്നത്, ബാലൈ എന്നല്ല, വാലൈ ത്രിപുര സുന്ദരിയിലൂടെയാണ്, അല്ലെങ്കിൽ ആ ബാലാ പരമേശ്വരിയിലൂടെയാണ് ശിവനിലേക്കും സുബ്രഹ്മണ്യനിലേക്കും എത്തിയത്. അപ്പോൾ എല്ലാ സിദ്ധന്മാരും നമ്മൾ പറയും ശിവഭക്തരാണ്. പക്ഷേ തിരുമൂലർ പറയും, എൻ്റെ ഉള്ളിലെ ആ ചൈതന്യത്തെ ഉണർത്തി തന്നത് അമ്മയെ ഭഗവതി നീയാണ്. കാരണം ആ കുണ്ടലിനി ശക്തിയായിട്ടുള്ള അമ്മ കനിഞ്ഞെങ്കിൽ മാത്രമേ, ആ മായയായ അമ്മ മാറിയെങ്കിൽ മാത്രമേ പരമാത്മ ചൈതന്യമായിട്ടുള്ള ശിവനിൽ വിലയം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി നിങ്ങൾ മോക്ഷം ആഗ്രഹിച്ചാലും, നിങ്ങൾ ശിവഭക്തനാണെങ്കിലും നിങ്ങൾ വിഷ്ണു ഭക്തനാണെങ്കിലും നിങ്ങൾ ഏത് തരത്തിലുള്ള
ബ്രഹ്മമൂർത്തികളെ വിളിച്ചാലും ആ ബ്രഹ്മത്തിൻ്റെ ശക്തിയായിട്ടുള്ള ദേവിയെ വിളിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ആ ബ്രഹ്മത്തിൽ നിങ്ങൾക്ക് വിലയനം പ്രാപിച്ച് മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അമ്മ എല്ലാ തരത്തിലുള്ള ഭൗതിക സുഖവും സ്വത്തും സമ്പത്തും ഐശ്വര്യവും എല്ലാം നൽകും. അതുകൊണ്ട് തന്നെയാണ് സ്വത്തും സമ്പത്തും ഐശ്വര്യവും ഉള്ളതെല്ലാം ദേവി ഭക്തർക്കാണ്. കാരണം ആ ശക്തിയാണ് നമ്മളിലേക്ക് എല്ലാം കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയും വെങ്കട്ടരമണനായിട്ടുള്ള വെങ്കടേശ്വരൻ എല്ലാ തരത്തിലുള്ള സ്വത്തും നൽകുമെന്ന് പറയും. പക്ഷേ നമ്മൾ അവിടെ അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന ഒരാളുണ്ട്. വെങ്കടേശ്വരൻ്റെ ഹൃദയപത്മത്തിലിരിക്കുന്ന ആ മഹാലക്ഷ്മിയാണ് നിങ്ങളെ സമ്പന്നരാക്കി മാറ്റുന്നത്. ആ ശക്തിയാണ് സമ്പന്നരാക്കുന്നത്. ശക്തിയില്ലെങ്കിൽ വെറും ദരിദ്രൻ തന്നെയാണ് നമ്മളുടെ വെങ്കടേശ്വരൻ പിച്ചക്കാരനാണെന്ന് പറയാം. ദേവിയില്ലേ, ലക്ഷ്മി ഇല്ലെങ്കിൽ, അതുകൊണ്ടാണ് വൈകുണ്ഠം വിട്ട് ഭഗവാൻ ഇറങ്ങിയത്. അതുപോലെ തന്നെങ്കിൽ ശക്തിയില്ലെങ്കിൽ ശവമെന്നാണ് പറയാം ശിവനെ. പക്ഷേ ഈ ശവമെന്ന് നമ്മൾ പറയുമെങ്കിൽ അത് മായയിലാണ് ഭഗവാൻ ശവം. എങ്കിൽ അതിനുമപ്പുറമുള്ള മായയ്ക്കുമപ്പുറം ഭഗവാനാണ് രാജാവ്, ഈശ്വരൻ, പരമേശ്വരൻ. ആ നിലയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ പലരും പറയാറുണ്ട് ശക്തിയില്ലെങ്കിൽ ശിവൻ ശവമാണെന്ന് പറയുമ്പോൾ പലരും അയ്യോ ശിവഭഗവാൻ എങ്ങനെ പറഞ്ഞല്ലോ. അതിന് കാരണം എന്താണ്? മായയിൽ അങ്ങനെയാണ്. ഒരു നഖം പോലും അനക്കാൻ സാധിക്കില്ലെന്നാണ് സൗന്ദര്യ ലഹരിയിൽ ആദിശങ്കരാചാര്യർ പറയുന്നത്. എങ്കിൽ ഇതിനെല്ലാം അതീതമായി നിൽക്കുന്ന ആ ഭാവമുണ്ടല്ലോ പരാശിവൻ, അതാണ് യഥാർത്ഥ നില. അതിൽ ഭഗവാൻ ആരുടെയും ആശ്രയമില്ല. ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന പരമാത്മ ചൈതന്യമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആത്മീയമായി മുന്നോട്ട് പോകണം. ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി.